വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ പ്രണയിച്ച് മതം മാറ്റുന്നു. അതിനുശേഷം ആ യുവതിയുടെ ആദ്യ ഭർത്താവിലുള്ള മകനെ മതം മാറ്റി IS പ്രവർത്തനങ്ങളിലേക്ക് അയക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നു. ഇത് പുറത്ത് നടന്നതല്ല, ഈ കേരളത്തിൽ നടന്നതാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. NIA അടക്കമുള്ളവർ അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായി തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഭീകരവാദികളുടെ താവളമായി കേരളം വീണ്ടും മാറിയോ? നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി തീവ്രവാദികൾ എന്ന നല്ല വാക്ക് ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ പലതും കണ്ടില്ല എന്ന് നടിക്കണ്ട. കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ആക്രമണം നോക്കിയാലും മറ്റ് റീസെൻ്റ് ആയിട്ടുള്ള പല ഡെവലപ്മെൻറ്റ് നോക്കിയാലും വെറും ഒരു ഭീകരാക്രമണത്തിന് മുകളിൽ IS ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഒരു സമയത്ത് തടിയൻ്റെ അവിടെ നസീറൊക്കെ IS റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടത്തി അവരൊക്കെ ജയിലിലായി. ഏകദേശം ആ കൊറോണ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് IS പിടിയൊന്ന് അയഞ്ഞു വന്നതും IS അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒന്ന് ലോവറായിട്ട് വന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിലും സ്വാഭാവികമായിട്ടും അവരുടെ കൈകളുടെ ശക്തി കുറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ സ്ലീപ്പർ സെല്ലുകളെല്ലാം അപ്പോഴും ആക്റ്റീവായിരുന്നു. ഇപ്പോൾ അവർക്ക് അനുകൂല സാഹചര്യം കിട്ടിയപ്പോഴത്തേക്ക് ആ സ്ലീപ്പർ സെല്ലുകളെല്ലാം അവർ ഉണർത്തി പ്രവർത്തിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് റൈസിൻ പോലെയുള്ള കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുക, ഇതൊക്കെ മാസ് ഡിസ്ട്രക്ഷനും സൈലന്റ് ഡിസ്ട്രക്ഷനും വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. ഇതൊക്കെ നമ്മൾ ഒരു പഴത്തിൽ കുത്തിവെച്ച് നമ്മൾ പഴം കഴിക്കുന്നു. അതാണ് പണ്ട് ഈ സാധാരണക്കാരായ വിദ്യാഭ്യാസം ഇല്ലാത്ത മതം തിന്ന് ജീവിക്കുന്ന യുവാക്കളെ പിടികൂടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ ഈ കേസ് എങ്ങനെയാണ്, ഈ കേസ് പത്തനംതിട്ട സ്വദേശി UK നിന്നാണ് ഈ ജിഹാദിയുമായി പ്രണയത്തിലാകുന്നത്. അതിനുശേഷമാണ് ഇങ്ങ് വെഞ്ഞാറമൂടിൽ നിന്ന് വരുന്നത്. അതെ, ബ്രിട്ടനിലെയും അമേരിക്കയിലും ഒക്കെ മേയർമാര് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് വന്നല്ലോ. ഫ്രാൻസിലെയും പ്രധാനപ്പെട്ട 2-3 മേയർമാര് ഈ ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവര് ചെല്ലുന്നിടത്ത് നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ നമ്മുടെ വിഭജനത്തിന് മുമ്പായാലും വിഭജനത്തിന് ശേഷമായാലും ഇവർ ക്ലസ്റ്റേഴ്സ് ആയിട്ട് താമസിക്കുകയും അവിടെ വോട്ട് ബാങ്ക് സ്വരൂപിക്കുകയും ആ വോട്ട് ബാങ്കിൽ കൂടെ അവർ അധികാരത്തിലെത്തുകയും ചെയ്യുന്ന ഒരു രീതി, അധികാരത്തിൽ പിടിമുറുക്കുകയായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പം പിടിമുറുക്കുകയല്ല, നേരിട്ട് തന്നെ അധികാരത്തിൽ വരുന്ന ഒരു രീതിയാണ് നമ്മൾ ന്യൂയോർക്കിൽ കണ്ടത്, ഇംഗ്ലണ്ടിൽ കണ്ടത്, പല യൂറോപ്യൻ രാജ്യങ്ങളും കണ്ടത്. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും പണ്ട് ഒരു തലവേദനയില്ലായിരുന്നു. അവരുടെ ഏറ്റവും വലിയ തലവേദന ഇസ്ലാമിക കുടിയേറ്റക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ഇറ്റലിയിലായാലും അങ്ങനെ തന്നെയാണ്, ജർമ്മനിയിലായാലും അതാണ്, ഫ്രാൻസിലായാലും അതാണ്, ഇംഗ്ലണ്ടിലായാലും അത് തന്നെയാണ്, US ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതൊരു ആഗോളതലത്തിൽ അവർ ശക്തി പ്രാപിച്ചു വരുമ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് മറ്റൊരു വാർത്ത കണ്ടായിരുന്നു. നൈജീരിയയിൽ നിന്ന്, ഞാൻ ഇതെല്ലാം കൂടെ കടത്തി പറയുന്നത് ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് കാണിക്കാനാണ് പറഞ്ഞത്. നൈജീരിയയിലെ ബോക്കോ ഹറാംകാർ അവർ IS ബ്രാഞ്ചാണ്. അവർ 180 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇത് ആഗോളതലത്തിൽ IS ശക്തി പ്രാപിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളും ആന്റി ടെററിസ്റ്റ് ഏജൻസികളും വളരെ ജാഗരൂകരാകേണ്ടതിൻ്റെ ഒരു ആവശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. കേരളത്തിലെ എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുന്നതും ഇല്ലെന്ന് പറയുന്നതുമാണ് ലവ് ജിഹാദ്. പക്ഷെ ഇതിൽ കൃത്യമായി തന്നെ ഉണ്ടല്ലോ. കാരണം പത്തനംതിട്ടയിൽ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ മതം മാറ്റിയ ശേഷമാണ് ആ പെൺകുട്ടിയുടെ ആദ്യ ഭർത്താവിലുണ്ടായ ഈ കുട്ടിയെ IS പൊട്ടിത്തെറിക്കാനുള്ള ദാനമായി നൽകാനുള്ള ശ്രമം നടത്തുന്നത്. അതെ, അപ്പോൾ അവര് ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലവ് ജിഹാദ് ഇല്ലാതായിട്ടില്ല. നമ്മുടെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് കേരള ഗവൺമെന്റ് ഇന്ന് വരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇല്ലാതായിരുന്നോ? ഇല്ല. അവരുടെ തീവ്രവാദ സ്വഭാവം ഇല്ലാതായോ? ഇല്ല. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിലും കേരളത്തിലെ പ്രത്യേകിച്ചുള്ള ചില അവസ്ഥകളിലും വെച്ചിട്ട് അവർ പലതിനുമെതിരെ കണ്ണടക്കുകയാണ്. ഇത് കേന്ദ്ര ഏജൻസികൾ ഇന്ത്യയിൽ ഇപ്പോൾ കാശ്മീർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. കാര്യം ഇന്ത്യയിൽ എവിടെ നടക്കുന്ന ഭീകരാക്രമണത്തിനും ഒരു കേരള ലിങ്ക് അവർക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം ഒന്ന്, നമ്മുടെ ഇന്ത്യയിൽ പലരും വിദേശത്തുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ അവരിൽ നിന്ന് ഉണ്ടായ പ്രചോദനം കൊണ്ടുണ്ടാവുന്നതും അവരുടെ ലിങ്ക് വഴി ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇതും നമ്മളെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കണം. ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം അവർ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് വെറും സ്വർണ്ണക്കള്ളക്കടത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ പിഴ നൽകി കൊണ്ടുവരുന്നതോ അല്ല ഇതിനകത്തുള്ള ഫാക്ടർ. ഇതുവരെ 100 എണ്ണം കടത്തുമ്പോഴത്തേക്കും 2 എണ്ണം പിടി കിട്ടുന്നത്, 2 എണ്ണത്തിൻ്റെ ഫൈൻ വാങ്ങിച്ചിട്ട് ഇന്ത്യ ഗവൺമെൻറ് വളരെ സ്വസ്ഥമായിട്ടിരിക്കും. പക്ഷേ ബാക്കി 98 എണ്ണം പോയ വഴിയും അതിൽ നിന്നുണ്ടാക്കിയ ലാഭം
ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതുമാണ് നമുക്കുള്ള ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. അവിടെ നമ്മൾ നമ്പർ 1 ആണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഇതൊരു ഗോൾഡ് ജിഹാദാണ്. എന്നുള്ള നമ്മൾ സ്റ്റെതസ്കോപ്പ് ജിഹാദിനെ പറ്റി പറഞ്ഞു, ഇതൊരു ഗോൾഡ് ജിഹാദാണ്. അവർ ഏത് വഴിക്കും വേണമെങ്കിൽ അവർക്ക് അല്ല, അത് മറ്റൊരു ജിഹാദല്ലേ ഇതിൽ കാണാനുള്ളത്. കാരണം പലരും പറയുന്നുണ്ട് ഈ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കളുമായി വേർപിരിഞ്ഞ് നിൽക്കുന്നവരെ ജിഹാദികൾ ലക്ഷ്യമിടുന്നുണ്ടെന്ന ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലല്ലേ ഈ സംഭവം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്തൊരു ലീഗൽ ഹെൽപ്പ് ലൈൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിലും ഒരു ഇസ്ലാമിക പുരുഷന് ആ സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറ്റിയാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. ആ കുട്ടിക്ക് ഒരു ഫോർമൽ ഡൈവേഴ്സിന്റെ ആവശ്യമില്ല. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഒരു ഭാര്യ ഉണ്ടെങ്കിലും വേറൊരു കുട്ടിയെ കല്യാണം കഴിക്കാം. അങ്ങനെ ഇവരെ പറഞ്ഞ് മോഹിപ്പിച്ച് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് പൈസയും മറ്റ് ജോലിയും മറ്റ് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇത്. പക്ഷെ അതിനകത്ത് ഈ വരുന്ന ഒരു കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവനെ IS-നെ ഏൽപ്പിക്കാമെന്നുള്ള ഒരു രീതിയിലാണ് അവർ പോയത്. ഇപ്പൊ ഇതിനെതിരായിട്ട് ഒരുപാട് ഈ വെഞ്ഞാറമൂട് എന്നുള്ള പറഞ്ഞ സ്ഥലത്തിനടുത്ത് തന്നെയാണ് നേരത്തെ ഒരു ആൺകുട്ടിയെ കൊണ്ട് അമ്മയ്ക്കെതിരായിട്ട് മൊഴി കൊടുപ്പിച്ചിട്ട് ഒരു അച്ഛൻ അമ്മയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയും ആ രീതിക്ക് കേസുകൾ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ നമ്മുടെ മുമ്പ് എത്തുന്നതിന് മുമ്പേ നമുക്ക് പെട്ടെന്നൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റത്തില്ല. കാര്യം ഒരു കൊച്ചുകുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതെപ്പോഴും വേണമെങ്കിലും തിരികെയും മറിയുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഈ വിപത്തുകൾ നമ്മൾ ഒരിക്കലും കാണാതെ പോകില്ല. ഇതിന്റെ തുടർച്ച ആ മതപഠനത്തിൽ എത്തിച്ച ആ മതസ്ഥാപനത്തിലെ സംശയം തോന്നിയവർ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളെ അറിയിക്കുകയല്ലേ ചെയ്തു. അറിയിക്കുക. അതുമല്ല, ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളാണ്. കാരണം ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ മറ്റൊരു മതത്തിൽപ്പെട്ടവർ. അവർക്ക് സംശയം തോന്നിയാണ് അവർ പോലീസിനെ അന്വേഷണം നടത്തി UAP പ്രകാരം കേസ് അന്വേഷണം. അല്ല, ഇതിനകത്ത് ഈ കുട്ടികളെ പരാതി കൊടുക്കുമ്പോഴത്തേക്ക് ഈ കേസിന്റെ ജയത്തിന് വേണ്ടിയിട്ട് പലരും എക്സാജറേറ്റ് ചെയ്ത് പറയാറുണ്ട്. നമ്മൾ അങ്ങനെ എക്സാജറേറ്റ് ചെയ്യേണ്ട. സംഭവം നടന്നിട്ടുണ്ട്, നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ഈ ലവ് ജിഹാദ് ഇത് മാത്രമല്ല, ഏകദേശം 280ഓളം ലവ് ജിഹാദുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കേരളത്തിൽ നടക്കേണ്ടിയിരുന്ന 280ഓളം ലവ് ജിഹാദികൾ കേരളത്തിലെ പല ഓർഗനൈസേഷനിലും ഇടപെട്ടിട്ട് അവരിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അവരെ ട്രാപ്പിലാക്കി കളഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് മറ്റു മതസ്ഥർ ഇതിൽ നിന്നും പാഠം പഠിക്കാതെടുത്തത്? സ്വന്തം മക്കളെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളെയും എല്ലാം ലവ് ജിഹാദിനിരയായി ജിഹാദികൾ തട്ടിക്കൊണ്ടു പോകുമ്പോഴും എന്തിനാണ് മതേതരത്വം പറഞ്ഞവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? അല്ല, ഇവിടെ നമ്മുടെ സാമൂഹ്യ ഘടനയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഞാൻ ഒരു മതത്തിനെതിരായിട്ട് പറയുന്നില്ല. ഇസ്ലാം മതത്തിൽ അവർ 17 വയസ്സ് 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഒരിക്കലും കല്യാണം കഴിക്കാതെ വീട്ടിൽ വച്ചുകൊണ്ടിരിക്കാറില്ല. അതിനു മുമ്പേ തന്നെ ആ കുട്ടിയെ നിർബന്ധമായിട്ട് കല്യാണം കഴിപ്പിച്ചിരിക്കും. ക്രിസ്ത്യാനികളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും ഇത് 28 തൊട്ട് 30 വരെ വയസ്സാണ്. കാര്യം ഈ കുട്ടികൾ സാമ്പത്തികമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾ തയ്യാറാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു ഗ്യാപ്പ്, അവരുടെ 20ഉം ഇവർ 28 വയസ്സ് ഇടയ്ക്കുള്ള ഗ്യാപ്പിലാണ് പലരും ലവ് ജിഹാദുമായിട്ട് ഈ കുട്ടികളെ തേടിയിറങ്ങുന്നത്. കാര്യം അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം കിട്ടുന്നുണ്ട്, കെയർ കിട്ടുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇതിനകത്ത് വേറൊരു ഫിറ്റ്നസ്സാണ്. ഈ പയ്യന്മാരെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ വിളിച്ചുകൊണ്ട് പോവുക, അവരുമായിട്ട് കൂടുതൽ സംവദിക്കുക, ഇത് എന്തോ ഒരു വലിയ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഊഷ്മളമായ ഒരു സ്വീകരണം, അത് കല്യാണം കഴിയുന്നവരെ ഉണ്ടാവുള്ളൂ. ആ ഊഷ്മളമായ ഒരു സ്വീകരണം കൂടെ ആകുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ പലരും വഴിതെറ്റി പോകുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് നിമിഷ ഫാത്തിമ അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ ഈ കുട്ടികൾ സ്വന്തം രക്ഷകർത്താക്കൾക്കെതിരായിട്ട് വരെ പീഡന പരാതി വരെ കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് പോകുന്നത്. സ്വന്തം അച്ഛനെ പറയാണ്, നിങ്ങൾ എൻ്റെ കല്യാണത്തിന് എതിർ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്ന് ഞാൻ പരാതി കൊടുക്കും. അച്ഛന് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇപ്പം നമ്മൾ പല പരാതികളും കാണുന്നത് എങ്ങനെയാണ്, പീഡന പരാതികളിൽ വാസ്തവമൊന്നുമില്ല. ഇടയ്ക്ക് കണ്ടില്ല, ഒരു കുട്ടി കോപ്പി അടിച്ചതിന് പിടിച്ചിട്ട് ആ സാറിനെതിരായിട്ട് ആ സാർ ഏകദേശം 6 വർഷമാണ് ജയിലിൽ കിടന്നത്. അന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവരെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നമ്മുടെ ഇതിനകത്ത് ആകെ ചെയ്യാൻ പറ്റും, നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കുക, കൂടുതൽ വിജിലൻ്റ് ആയിരിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തികൾക്കെതിരായിട്ടുള്ള ഹെൽപ്പ് ലൈനുകൾ സജീവമായി വർക്ക് ചെയ്യുക. ഇപ്പോൾ ഹിന്ദു പാർലമെൻറ്റിന് ഇതിൻ്റേതായിട്ടൊരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. ആ ഹെൽപ്പ് ലൈനിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഹിന്ദു പാർലമെൻറ്റിൻ്റെ സെക്രട്ടറിക്കെതിരായിട്ട് പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാർ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പം ഇത് അവർ വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. കാര്യം അവരുടെ ഇരകളെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു പാർലമെൻറ്റ് ശ്രമിക്കുന്നു എന്നാണ് അവരുടെ ഒരു വിഷമം. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ പറ്റിയിട്ടും അവരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ പറ്റിയിട്ടും വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യും. അത് അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ട സമയത്ത് തന്നെ അറിയിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ അപകടം ഏത് വീട്ടിലും എപ്പോഴും വന്നു കൂടാവുന്ന ഒന്നാണ്.